കുസാർ ദുരന്തത്തിന് കാരണം സംഘാടനത്തിലെ ഗുരുതര വീഴ്ചയെന്ന് സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട്. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പലിനും രജിസ്ട്രാർ ഓഫീസിനും വീഴ്ചയുണ്ടായി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകരടക്കം 7 പേരിൽ നിന്ന് സിൻഡിക്കേറ്റ് വിശദീകരണം തേടും. എന്നാൽ വിശ്വാസയോഗ്യമല്ലാത്ത റിപ്പോർട്ടാണ് ഉപസമിതി സമർപ്പിച്ചിരിക്കുന്നതെന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എന്തായാലും ഈ സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു, പക്ഷേ അത് ഈ യൂണിയന് അക്കാര്യത്തിൽ ഒരു സംതൃപ്തി ഇല്ല. ആ റിപ്പോർട്ട് ശരിയല്ല എന്നാണ് പറയുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് ഈ റിപ്പോർട്ടിലെ ന്യൂനതകൾ എന്തൊക്കെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? അൽനബീർ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയനാണ് ആദ്യം പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപസമിതി നൽകിയ റിപ്പോർട്ട് സുതാര്യമല്ല, അതിൽ കൃത്യമായി തന്നെ ചില ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്റ്റുഡൻസ് വെൽഫെയർ കമ്മിറ്റിയുടെ ഡയറക്ടറായിരുന്ന PK ബേബി നേരത്തെ തന്നെ ഇടത് ബന്ധത്തിന്റെ പേരിൽ അന്യായമായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ചില സ്ഥാനങ്ങൾ നേടിയെന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്ന വ്യക്തിയാണ്. മാത്രമല്ല, ഈ ഉപസമിതിയിലും അംഗമായി നേരത്തെ PK ബേബി ഉണ്ടായിരുന്നു. വലിയ വിവാദമായതിനെ തുടർന്നാണ് പിന്നീട് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തിരുന്നത്. ഈ വെൽഫെയർ ഡയറക്ടർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീഴ്ചകളോ ഒന്നും തന്നെ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നാണ് എംപ്ലോയീസ് യൂണിയൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇതിൽ പലരെയും രക്ഷിക്കാനുള്ള ഒരു വ്യഗ്രത ഉടനീളം ഈ റിപ്പോർട്ടിൽ ഉടനീളം തന്നെ കാണാൻ കഴിയും. ഉപസമിതി നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ഉടനീളം തന്നെ കാണാൻ കഴിയും. അതിൽ കൃത്യമായി തന്നെ വിദ്യാർത്ഥി പ്രതിനിധികളെ, കോളേജിൻ യൂണിയന്റെ ഭാരവാഹികളടക്കം രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. എവിടെയാണ് വീഴ്ച എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞത് ഒന്നും തന്നെ നടത്തരുത്. ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണം എന്നൊരു കാര്യമാണ് പ്രധാനമായും വിവിധ സംഘടനകളും വിദ്യാർത്ഥികളിൽ ഒരു ഭാഗവും തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ ഉപസമിതിക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, ചില താല്പര്യങ്ങളുണ്ടായിരുന്നു. അത് പ്രകാരമാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഉപസമിതി വലിയ വീഴ്ച വന്നു എന്ന് റിപ്പോർട്ട് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ കോളേജിന്റെ പ്രിൻസിപ്പൽ, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. നവംബർ 25 ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിന്റെ ക്യാമ്പസിന്റെ ഭാഗമായിട്ടാണ് അത് പരിപാടി സംഘടിപ്പിച്ചത്. അതിന്റെ ഭാഗമായി സംഗീത നിശ സംഘടിപ്പിച്ച അവിടെ പ്രിൻസിപ്പലിനെ മാത്രം കുറ്റക്കാരനാക്കിക്കൊണ്ട്, പ്രിൻസിപ്പലിന്റെ മേൽ മാത്രം കുറ്റങ്ങളെല്ലാം ചുമത്തിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള നീക്കമാണ് വൈസ് ചാൻസലർ അടക്കം കുസാറ്റ് ഒന്നാകെ തന്നെ ചെയ്തത്. ഇക്കാര്യത്തിൽ രജിസ്ട്രാറുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. അത് ഉപസമിതി റിപ്പോർട്ടിൽ പൂർണ്ണമല്ല എങ്കിൽ കൂടി അത് ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്, കുസാറ്റ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ പ്രിൻസിപ്പൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഗീത നിശ നടക്കുന്ന കാര്യം അറിയിച്ചിരുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു പരിപാടി, ടെക് ഫെസ്റ്റ് നടക്കുന്ന കാര്യം അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിക്കേണ്ടതുണ്ട്, അതിനുള്ള അപേക്ഷ നൽകണമെന്ന കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. രജിസ്ട്രാർക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ രജിസ്ട്രാർ ഇക്കാര്യത്തിൽ നടപടി എടുത്തില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതിലൊന്നും തന്നെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നില്ല. മാത്രമല്ല, കുറ്റക്കാരാണ് എന്ന് പ്രഥമദൃഷ്ട്യാ വ്യക്തമാകുന്ന പലരെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഗവർണർക്ക് പരാതി നൽകുമെന്ന് കൂടിയാണ് ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഏറ്റവും ഒടുവിൽ ഇക്കാര്യത്തിൽ പരാതിയുമായി എത്തേണ്ടത് ഗവർണറുടെ മുന്നിലാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഗവർണർക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കും. മാത്രമല്ല, ഈ ഉപസമിതി റിപ്പോർട്ട് പൂർണ്ണമല്ല, അതുകൊണ്ട് തന്നെ അത് തള്ളിക്കളയണമെന്ന ഒരു ആവശ്യം കൂടി ഉന്നയിക്കുകയും ചെയ്യുന്നു. കാരണം എംപ്ലോയീസ് യൂണിയൻ അടക്കം നേരത്തെ തന്നെ ഉയർത്തിയ കാര്യമായിരുന്നു PK ബേബിക്കെതിരായ ആരോപണം. ഇക്കാര്യത്തിൽ PK ബേബിക്കെതിരെ സമഗ്രമായ അന്വേഷണം നടക്കണമെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല, കോളേജ് യൂണിയന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പണപ്പിരിവ് നടത്തിയിരുന്നു. ഈ വലിയ പ്രോഗ്രാമായി സംഘടിപ്പിക്കുന്നു, അതിന്റെ പേരിൽ കണക്കില്ലാത്ത പണപ്പിരിവ് നടത്തുകയും ചെയ്തു സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിന്റെ ടെക് ഫെസ്റ്റ് എന്ന പേരിൽ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ നിയമവിരുദ്ധമായ നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത് എന്ന കാര്യം യൂണിയനുകളും ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതോടുകൂടി തന്നെ യഥാർത്ഥ പ്രതികൾ ആരെല്ലാമാണ്, യഥാർത്ഥ കുറ്റക്കാർ ആരെല്ലാമാണ് എന്ന് വ്യക്തമാകും. മാത്രമല്ല, ഒരു അന്വേഷണ ഏജൻസിയുടെ, ഒരു അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് മാത്രമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. മറ്റു 2 അന്വേഷണ സമിതികൾ കൂടി അന്വേഷണം നടത്തിയിരുന്നു. അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സാങ്കേതിക വിദഗ്ധ സംഘമാണ് ഒരു അന്വേഷണം നടത്തിയത്. മറ്റത് മജിസ്റ്റീരിയൽ
അന്വേഷണമായിരുന്നു മറ്റൊരു സംഘം നടത്തിയത്. അത് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സബ് കളക്ടറായിരുന്നു അത്തരമൊരു അന്വേഷണം നടത്തിയത്. ഈ രണ്ട് റിപ്പോർട്ടുകളും ഇപ്പോഴും വെളിച്ചം കണ്ടിട്ടില്ല. ഈ അപകടം നടന്ന് ഒരു മാസത്തിന് ഇപ്പോഴും ഈ റിപ്പോർട്ടുകൾ വെളിച്ചം കാണാതെ നിൽക്കുന്നതിൽ വലിയൊരു പ്രതിഷേധം വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ശക്തമാവുകയും ചെയ്യുന്നതിനിടയിലാണ് ഇക്കാര്യത്തിൽ ഈ ഉപസമിതി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ തന്നെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്.